രാവിലെ ബെഡ് ടീയും ബെഡ് കോഫിയും ഒന്നും കിട്ടിയില്ല. അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഡൈനിങ് ടേബിളിൽ. എന്താണ് രാവിലെ ഒരു മൂശാട്ടം? എന്തോ ചേട്ടാ? എന്താ രാവിലെ കാര്യം പറ. എന്ത് കാര്യം? ഒന്നുമില്ല. എന്താ കാര്യം പറ. കാർത്തി എൻ്റെ ആരാ? അതെനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കറിയാം. ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ഹസ്ബൻഡ്, ഭർത്താവ്. ഭർത്താവ്, ലൈഫ് പാർട്ട്ണർ. ഒരു ലൈഫ് പാർട്ട്ണറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കാർത്തി ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ചെയ്യുന്നില്ലേ? എന്തൊക്കെയാ ചെയ്യുന്നത് പറഞ്ഞേ. അത് ഞാൻ നല്ലൊരു ജോലിക്ക് പോകുന്നുണ്ട്, നന്നായിട്ട് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, പിന്നെ താൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ അത്രേ ഉള്ളൂ? കഴിഞ്ഞു? താൻ എന്തോ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്താ മനസ്സിലെന്നങ്ങ് തുറന്ന് പറ. എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നേക്ക് മുദ്ദു ഗൗ. അതെന്തോന്നു? മുദ്ദു ഗവു. ഓ, ഞാൻ കാല് പിടിക്കാം. ദേ ഒന്ന് നോക്കി, ഞാൻ കാല് പിടിക്കാം. എന്താ കാര്യം എന്നൊന്ന് പറയൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. പറയാം. പറ. ഒരു ലൈഫ് പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഓതളങ്ങ ലാംഗ്വേജ് ഉണ്ട്. വൺ, വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഈ കോംപ്ലിമെന്റും അപ്രിസിയേഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ വരും. സെക്കൻഡ് വൺ, ക്വാളിറ്റി ടൈം. തേർഡ് വൺ, ഗിഫ്റ്റ് ഗിവിങ്. ഫോർത്ത് വൺ, ആക്ട്സ് ഓഫ് സർവീസ്. ഫിഫ്ത്ത് വൺ, ഫിസിക്കൽ ടച്ച്. ഇതൊക്കെ നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന? ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഒരു പാർട്ട്ണർ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം കാർത്തിനോട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഫിസിക്കൽ ടച്ച്. ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഈ 5 എണ്ണം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം കോംപ്ലിമെന്റ് എങ്കിലും ചെയ്തുകൂടെ കാർത്തിക്ക്? കോംപ്ലിമെന്റ് ഞാൻ ചെയ്യാറില്ലേ? ആണോ? ആഹാ, വന്നേ ഇരിക്കും. എന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ?